ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ബ്ലൂബെറി ബുഷ് മേടിക്കാൻ വേണ്ടി പോവാണ്. ഇതിപ്പോ സെക്കൻഡ് സമ്മർ ആണ് ഞങ്ങളിപ്പോ വീട് മേടിച്ചിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങള് കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, തക്കാളി, പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള്. അപ്പൊ ഇത്തവണ ഞങ്ങള് ഡെയിലി എന്തായാലും ബെറീസ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഓർത്തു ഒരു ബ്ലൂബെറി ബുഷ് പോയി മേടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന്. അപ്പം അത് മേടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഓഷ്വേയിലുള്ള റോണ പ്ലസിലെത്തി. ഈ ഷോപ്പ് റാൻഡം ആയിട്ട് ചൂസ് ചെയ്തതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ഇവിടെ നമ്മുടെ ഹോം ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെ ആ നേരെ കാണുന്ന കോർണറിലാണ് ഇവരുടെ പ്ലാന്റേഴ്സ് സെക്ഷൻ ഉള്ളത്. നമ്മളിവിടെ നിന്ന് ബ്ലൂബെറി മാത്രം മേടിച്ചാൽ മതി എന്നുള്ളൊരു പ്ലാനിലാണ് വന്നത്. പക്ഷെ ഇവിടെ കണ്ടപ്പോൾ കുറേ ഫ്ലവേഴ്സും ചെടികളും എല്ലാം ഉണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഞാൻ 2 ബ്ലൂബെറി ബഷസ് മേടിച്ചു. 2 മേടിക്കാൻ കാരണം ഒരെണ്ണം മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പോളിനേഷൻ നല്ലപോലെ നടക്കില്ല. 2 ഉണ്ടെങ്കിൽ 2 അതിൽ കൂടുതലോ ആയിട്ട് വെച്ച് കഴിഞ്ഞാലാണ് ഒരു നല്ലപോലെ ഫ്രൂട്ട് പ്രൊഡക്ഷൻ നല്ലൊരു ഹാർവെസ്റ്റിംഗ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അതൊരു കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോൾ ഇവനെ കണ്ടു, ബേബി ക്യുക്കുംബർ. ഇതൊത്തിരി സൈസ് വെക്കത്തില്ല, അപ്പം ഇവനെയും കൂടെ എടുത്തേക്കാവെന്ന് വിചാരിച്ചു. ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു ക്യുക്കുംബർ വെച്ചായിരുന്നു, പക്ഷെ അതിന് ഭയങ്കര സൈസായിരുന്നു. ഈ ബ്ലൂബെറി ബുഷിന് വളരെ നല്ല സൺലൈറ്റും നല്ല വെള്ളവും ഒക്കെ വേണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെയാണ് അത് വെക്കാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഒന്നെങ്കിൽ ആ നിൽക്കുന്ന മരം ഫുള്ള് വെട്ടിക്കളയുക, അല്ലെങ്കിൽ അതൊന്ന് ട്രിം ചെയ്തിട്ട് കുഞ്ഞാക്കി വെക്കുക. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 ടൂൾസ് വെച്ചിട്ട് ഒന്ന് ട്രിം ചെയ്ത് നോക്കാം. സത്യം പറയാലോ, വെട്ടി വന്നപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമൊക്കെ നല്ല സ്റ്റൈലായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്, പക്ഷേ വെട്ടി അങ്ങ് മരം ഇല്ലാണ്ടേ ആയിപ്പോയി. ലാസ്റ്റ് ഈ അവസ്ഥയായി. പിന്നെ ഞങ്ങൾക്ക് ആ മരം മൊത്തത്തോടെ കളയാവുന്ന പ്ലാനായി. പക്ഷേ അതിൻ്റെ വേരുകൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, അതുകൊണ്ട് അത് പറിച്ച് കളയാനും പറ്റിയില്ല. അവസാനം അതിനെ അവിടെ തന്നെ അങ്ങ് വെച്ചു. ഇനിയിപ്പം വളർന്നു വരുന്നതനുസരിച്ച് ട്രിം ചെയ്ത് നിർത്താം എന്നുള്ളൊരു പ്ലാനിൽ. നമ്മൾ കടയിൽ നിന്ന് ഇതിനു വേണ്ടി ഒരു സോയിൽ മേടിച്ചായിരുന്നു. ഈ പ്ലാന്റ്സിന് പ്രോപ്പർലി ഗ്രോ ചെയ്യാൻ വേണ്ട എക്സ്ട്രാ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള സോയിലാണ്. അപ്പോൾ അതിട്ടിട്ടാണ് നമ്മൾ ഈ ബ്ലൂബെറി ബുഷ് വെച്ചേക്കുന്നത്. ഈ ബ്ലൂബെറി ബുഷസിന് വളരാൻ ആവശ്യമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതിന് അസിഡിക് സോയിൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സോയിൽ അസിഡിക് അല്ലാത്തതുകൊണ്ട് ഒരു ആസിഡിഫൈങ് ഏജൻറ്റ് ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ട്. അതാണിപ്പം ഇട്ട് കൊടുക്കുന്നത്. അതിനകത്ത് എന്താണെന്നറിയില്ല, അയൺ സൾഫേറ്റ് പോലത്തെ എന്തെങ്കിലും സാധനം ആയിരിക്കാം. പക്ഷേ ഇതെന്തായാലും നമ്മുടെ സോയിലിനെ അസിഡിഫൈ ചെയ്യും. അപ്പം ഇതും കൂടെ നെസസറി ആണ് ബ്ലൂബെറി ബുഷസിന് വളരാൻ. നമ്മുടെ ബാക്ക് യാർഡിൻ്റെ വേറൊരു സൈഡിലാണ് നമ്മൾ ക്യുക്കുംബർ വെക്കുന്നത്. ആ സെയിം സോയിൽ തന്നെ യൂസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അങ്ങനെ നമ്മൾ ചെടികളെല്ലാം നട്ട് കഴിഞ്ഞു. ഇനിയുള്ള വലിയൊരു ടാസ്ക്കാണ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ആർക്കാണെങ്കിലും ഒരു ഡൗട്ട് വരും, ഞങ്ങളിപ്പോൾ ഈ 2 ബ്ലൂബെറി ബുഷ് ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ടോട്ടൽ ഒരു $40-45 സ്പെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ബ്ലൂബെറീസ് കടയിൽ പോയി മേടിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. പക്ഷേ എന്തൊക്കെ ഇരുന്നാലും നമ്മൾ സ്വന്തമായിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷമാണല്ലോ. ആ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിട്ടോ അത്. ഇനി ഇതിൽ ബ്ലൂബെറി ഉണ്ടായോ ഇല്ലയോ എന്നുള്ള വിശേഷങ്ങൾ പിന്നീട് പറയാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.